വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 1 PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ ED അന്വേഷണത്തിന് അടിയന്തര സ്റ്റേ ഇല്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത് വാദം കേൾക്കണമെന്ന CMRന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നിരപരാധിത്വം തെളിയിക്കാൻ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് എന്ന് കോടതി ചോദിച്ചു. കേസ് അന്വേഷിക്കാൻ EDക്ക് അധികാരമില്ലെന്ന വാദം CMRൽ ആവർത്തിക്കുകയാണ്. വാദം ഇന്നു തന്നെ പൂർത്തിയാക്കാമെന്ന് കോടതി നിലപാട് സ്വീകരിച്ചു. കേസിൽ EDയുടെ വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, CMRലിന്റെ പ്രൈം പ്രയർ സ്റ്റേ വേണമെന്നായിരുന്നു, അതെന്തായാലും നടപ്പാകില്ല ഇന്ന്. EDയുടെ വാദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്വേഷണ പരിധിയിൽ വരില്ല എന്ന CMRലിന്റെ മറുപടി വാദം എന്താണ് EDക്ക്? വിഷ്ണു, ED പൂർണ്ണമായും CMRലിന്റെ എല്ലാ വാദത്തെയും തള്ളുകയാണ്. എക്സാലോജിക്കിന് പണം നൽകിയത് സേവനങ്ങൾക്കെന്നാണ് CMRൽ പറഞ്ഞിരുന്നത്. പക്ഷേ SFIയുടെ കണ്ടെത്തൽ അങ്ങനെയല്ല. അത്തരത്തിലൊരു സേവനവും എക്സാലോജിക്കിൽ നിന്ന് CMRലിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി SFIO വ്യക്തമാക്കുന്നുവെന്ന് ED പറയുന്നു. അതായത് ചില ഫേവറുകൾക്ക് വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഷെഡ്യൂൾഡ് ഒഫൻസിൽ നിലനിൽക്കും എന്നുള്ളതാണ് ED വ്യക്തമാക്കുന്നത്. അന്വേഷണം നടത്താൻ EDക്ക് അവകാശമുണ്ട്. ഇത് EDയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. SFIO അന്വേഷണം കമ്പനി ആക്ട് പ്രകാരമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ED അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് അല്ലെങ്കിൽ PMLA ആക്ട് പ്രകാരമുള്ള കേസാണ്. അതിന് മറ്റ് തടസ്സമില്ല എന്ന് ED വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ഈ സമൻസ് അയച്ചത് PMLA ആക്ട് 50 പ്രകാരമാണ് ഈ CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ചത്. ആ സമൻസ് അയക്കുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സവും EDക്കില്ല. കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി സമൻസ് അയച്ചതാണ്. അതിൽ പ്രോസിക്യൂഷൻ നടപടിയില്ല. വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതോടൊപ്പം വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമൻസ് അയച്ചത് തുടങ്ങിയ വാദങ്ങളാണ് ED മുന്നോട്ട് വെച്ചുള്ളത്. തുടരന്വേഷണം അനിവാര്യം, അതായത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ അനിവാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിൽ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണെന്ന് ED വ്യക്തമാക്കുകയാണ്. EDയുടെ വാദം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. CMRലിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം തന്നെ ഒരു തിരിച്ചടിയാണ് നേരിട്ടത്. സിദ്ധാർത്ഥ ലൂത്ര വന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയത് ഇതിലൊരു സ്റ്റേ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് അതിനുശേഷം വിശദമായ വാദം കേൾക്കണമെന്നാണ്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അത്തരത്തിലൊരു സ്റ്റേ നൽകിയില്ല. അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും വാദം കേൾക്കാം എന്ന നിലപാടാണ്. അതായത് എല്ലാവരും തയ്യാറാണെങ്കിൽ, എല്ലാ കക്ഷികളും തയ്യാറാണെങ്കിൽ പൂർണ്ണമായും ഇന്ന് തന്നെ വാദം കേൾക്കാം എന്ന നിലപാടെടുത്തു. എല്ലാ കക്ഷികളും തയ്യാറാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ആദ്യം CMRലാണ് വാദം ഉന്നയിച്ചത്. CMRലിന്റെ വാദം സാങ്കേതികത്വമായിരുന്നു. പ്രത്യേകിച്ച് EDക്ക് ഈ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നും അതോടൊപ്പം പ്രിഡിക്കേറ്റ് ഒഫൻസിന്റെ കാര്യം നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഉന്നയിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അപ്പീൽ ഹർജിയിലും ഡിവിഷൻ ബെഞ്ചിൽ ഈ CMRൽ ഉന്നയിച്ചത്. ED പക്ഷേ അതിനെ ശക്തമായി എതിർത്തു. ഇനിയിപ്പോൾ ഈ CMRലിന്റെ ഉദ്യോഗസ്ഥരുടെ വാദം കൂടി പരിഗണിക്കപ്പെടും എന്നാണ്, അവരുടെ ഭാഗം കൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും കോടതി ഇതിൽ നടപടിയെടുക്കുക. എന്തായാലും ഒരു ഇടക്കാല ഉത്തരവില്ല. പൂർണ്ണ ഉത്തരവിലേക്ക് അല്ലെങ്കിൽ ഒരു ഇതിൽ തള്ളുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമവാദത്തിൽ തയ്യാർ എന്ന് ED അറിയിച്ചതോടുകൂടി ഇന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തും. കാരണം ഇന്ന് തന്നെ വാദം കേട്ട് തീർപ്പാക്കാം എന്ന് കോടതിയോട് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. പക്ഷേ ഇടക്കാല സ്റ്റേ എന്നുള്ള CMRലെ വാദം അംഗീകരിക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില വീണ്ടും കൂട്ടി. 19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ 46 രൂപ കൂട്ടി. ഇതോടെ ഹോട്ടൽ കാറ്ററിംഗ് സർവീസുകൾ വീണ്ടും പ്രതിസന്ധിയിലായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ലെങ്കിലും വർധനവുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പൊതുജനം. മാസാദ്യം തന്നെ പാചകവാതക വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി എണ്ണ കമ്പനികൾ. 19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ 46 രൂപ വർദ്ധിച്ചു. 3131 രൂപയാണ് 19 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ കൊച്ചിയിലെ വില. ഡൽഹിയിൽ 42 രൂപയും കൊൽക്കത്തയിൽ 53.50 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ വിലക്കയറ്റം വീണ്ടും രൂക്ഷമാകും. ഹോട്ടൽ കാറ്ററിംഗ് സർവീസ് മേഖല വീണ്ടും പ്രതിസന്ധിയിലാകും. ഓർഡർ ഉണ്ട്, പക്ഷേ നമുക്ക് അതനുസരിച്ച് ഗ്യാസ് ഇല്ലാത്ത കാരണം കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് വില കൂട്ടാൻ പറ്റില്ലല്ലോ. ഒരു പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കൂട്ടാൻ പറ്റില്ലല്ലോ. ഗ്യാസിൻ്റെ ഇത് ലഭ്യത ഒരുപാട് കുറവാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരുപാട് മെനൂസെല്ലാം ഞങ്ങൾ കുറച്ചു. വിലവർദ്ധനവിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. 5 മാസം കൊണ്ട് സിലിണ്ടറിന് ഇതുവരെ 1572 രൂപ വർദ്ധിച്ചു. വില വർദ്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ നടപടി തുടരുമെന്നും കോൺഗ്രസ് വിമർശിച്ചു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ലെങ്കിലും വർധനവുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് 24. പാചകവാതക വില വർധന മാത്രമല്ല, മിൽമയുടെ പുതുക്കിയ പാൽ വിലയും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നീലക്കവറിന് ഇന്നു മുതൽ 30 രൂപയാണ് വില. മിൽമ തൈരിന് കിലോയ്ക്ക് 10 രൂപയും കൂടി. ഇന്ധന LPG വില വർധനവിന് പിന്നാലെയാണ് മിൽമ പാലിന്റെ വില കൂട്ടിയതും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് 4 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. മിൽമ ഏജന്റുമാർ വിലക്കയറ്റത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ലിറ്ററിന് മുകളിൽ 4 രൂപ. അപ്പോൾ
ഒരു 500-ന് 30 റുപ്യ, 28-ന് 30 റുപ്യ. ബുദ്ധിമുട്ട് തന്നെയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടാണ്. നിർത്തില്ല, നമുക്ക് കൊടുക്കും. ഇനി കൊടുക്കും, ആൾക്കാർക്ക് ചായ കുടിക്കണമല്ലോ, അത് കൂട്ടും. 2 റുപ്യ കൂട്ടുമ്പോൾ. LPG ഇന്ധന വില വർധനവിൽ ഹോട്ടലുകളും ചായക്കടകളും പ്രതിസന്ധി നേരിടുകയാണ്. പാൽ വില കൂടി കൂട്ടിയതോടെ ചായക്കടക്കം കൂടുതൽ പണം നൽകേണ്ട സ്ഥിതിയായി. സാധാരണ ജനങ്ങൾ വിലക്കയറ്റത്തിനെതിരാണ്. ഒരുപാട് മെനൂസെല്ലാം ഞങ്ങൾ കുറച്ചു. 1200 കുറ്റിയാണ് ഇപ്പോൾ 3300 46 രൂപ. ഇപ്പോൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് വില കൂട്ടാൻ പറ്റത്തില്ലല്ലോ കസ്റ്റമർക്ക്. ഇപ്പോൾ പെട്ടെന്ന് 5ഉം 10എല്ലാം കൂട്ടാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യം, താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. സ്കൂൾ തുറക്കുന്ന സമയം സാധാരണ കുടുംബങ്ങളിൽ അധിക ചെലവിന്റെ കാലമാണ്. ഈ വേളയിൽ പാലിനും വില കൂട്ടിയത് അക്ഷരാർത്ഥത്തിൽ കൂനിന്മേൽ കുരുവായി മാറുകയാണ്. 24 കോഴിക്കോട്. പാചകവാതക വിലവർധനയും പാൽവിലയും മാത്രമല്ല, വൈദ്യുതി വാങ്ങിയതിലെ അധിക ബാധ്യതയിൽ നഷ്ടം ഉപഭോക്താക്കൾ ഈടാക്കാനൊരുങ്ങി KSEB. വൈദ്യുതി ബില്ലിൽ ഇത്തവണയും സർചാർജായി യൂണിറ്റിന് 2 പൈസ ഈടാക്കാനാണ് തീരുമാനം. ഉപഭോഗം വർദ്ധിച്ചതോടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ അധിക ബാധ്യതയാണ് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുക. ജൂൺ മാസത്തെ ബില്ലിൽ സർചാർജായി യൂണിറ്റിന് 2 പൈസ വീതം ഈടാക്കുമെന്ന് KSEB. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയ വകയിൽ 5,45,00,000 രൂപ അധിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബില്ലിൽ 1 പൈസ സർചാർജ് ഈടാക്കിയിരുന്നു. മാർച്ച് മാസത്തെ അധിക ബാധ്യതയായി 1,19,00,000 രൂപ സമാഹരിക്കാനായിരുന്നു യൂണിറ്റിന് 1 പൈസ സർചാർജ് ഈടാക്കിയത്. മാർച്ച് മുതൽ വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ടിന് മുകളിലെത്തിയിരുന്നു. ജനുവരിയിൽ ഈടാക്കിയ ഇന്ധന സർചാർജ് മാർച്ച് മാസത്തെ ബില്ലിൽ ചരിത്രത്തിലാദ്യമായി ഉപഭോക്താവിന് തിരികെ നൽകുകയുണ്ടായി. ബാധ്യത കൂടുന്നതനുസരിച്ച് പരിധിയില്ലാതെ സർചാർജ് പിരിക്കാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയുണ്ട്. 2022 മുതൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയ വകയിൽ പ്രതിവർഷം 10,000 കോടിക്ക് മുകളിലെത്തിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് 12,000 കോടിക്ക് മുകളിലെത്തുകയും ചെയ്തതോടെയാണ് KSEBക്ക് അധിക ബാധ്യതയായത്. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. അപ്പോൾ എല്ലാം കൊണ്ടും പുതിയ മാസം 1-ാം തീയതി ഗംഭീരമായി. അക്ഷരമുറ്റത്തേക്ക് കുരുന്നുകൾ. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭം. 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇന്ന് 1-ാം ക്ലാസ് പ്രവേശനം നേടിയത്. കേരളത്തെ ലോക വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി, കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ 42 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തിയത്. 3,10,000 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടി. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ സംസ്ഥാനതല ഉദ്ഘാടനം. സ്കൂൾ കാലത്തെ ഗൃഹാതുരത്വം പറഞ്ഞും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചും മുഖ്യമന്ത്രി VD സതീശൻ. നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. എല്ലാ സ്കൂളുകളിലും സമയത്ത് പാഠപുസ്തകങ്ങളും യൂണിഫോമും എത്തിക്കാൻ സാധിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കളിയും ചിരിയും മായാതെ പഠനം ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് സാധിക്കട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആശംസ. സർക്കാർ വിദ്യാലയങ്ങളിലും സ്വകാര്യ സ്കൂളുകളിലും പ്രവേശനോത്സവം ആവേശമായി. തകർക്കോ ഈ വർഷം? നമ്മൾ പഠിക്കുകയല്ലേ മിടുക്കരായിട്ട്. A+ വാങ്ങോ? കരച്ചിലും പിണക്കവുമില്ലാതെ എന്ത് പ്രവേശനോത്സവം. ചിലർക്ക് കൗതുകം, ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷം. കൂട്ടുകാരെ പരിചയപ്പെട്ടും കളിചിരിയിൽ അലിഞ്ഞും കുരുന്നുകൾ ആദ്യ ദിനം ആഘോഷമാക്കി. അക്ഷര
അക്ഷരലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുരുന്നുകൾക്ക് 24-ന്റെ ആശംസകൾ. ന്യൂസ് ഡെസ്ക് 24. ആലപ്പുഴ എടത്വ കോഴിമുക്ക് സർക്കാർ LP സ്കൂളിൽ പ്രവേശനോത്സവം മുടങ്ങി. കെട്ടിടത്തിന് ഫിറ്റ്നസ് കിട്ടാത്തതിനെ തുടർന്നാണ് പ്രവേശനോത്സവം മുടങ്ങിയത്. മലപ്പുറം തിരൂരങ്ങാടി കാളന്തുരുത്തി ബദൽ വിദ്യാലയത്തിൽ അധ്യാപകർ എത്താൻ വൈകിയതോടെ പ്രവേശനോത്സവം അലങ്കോലപ്പെട്ടു. കുട്ടികളില്ലാത്തതിനെ തുടർന്ന് കണ്ണൂർ മാമ്പ സർക്കാർ എയ്ഡഡ് സ്കൂൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയുമാണ്. എടത്വ കോഴിമുക്ക് LP സ്കൂളിലെ പഴയ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് സ്കൂളിന്റെ ഫിറ്റ്നസ് നഷ്ടമായത്. ഒരു വർഷം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തി പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയില്ല. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികളെ പുതിയ കെട്ടിടത്തിലെ 2 മുറികളിലിരുത്തി പഠിപ്പിക്കേണ്ട ഗതികേടിലാണ് നിലവിൽ അധ്യാപകർ. ഇതോടെയായിരുന്നു രക്ഷിതാക്കളുടെ പ്രതിഷേധം. ഒരു വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പാലിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്റെ കൊച്ചു 1ാം ക്ലാസ് ചേർന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ കൂടെ ഞാൻ ഏത് റൂമിലിടക്കാൻ പറഞ്ഞു. ഞാൻ സമരം നടത്തുന്നില്ല. ഏത് റൂമിലാണ് എന്റെ കുഞ്ഞിനെ പഠിക്കാൻ പോകുന്നത്? തുടർന്ന് പ്രവേശനോത്സവവും ക്ലാസുകളും വേണ്ടെന്ന് വെച്ചു. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് കുട്ടനാട് MLA റജി ചെറിയാൻ. ഈ ബിൽഡിംഗ് ഞാൻ കയറി കണ്ടു. ഇതിനകത്തിൽ നമുക്കൊരു കാര്യം ഇവിടെ ക്ലാസ് നടത്തുവാൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. AE വിളിക്കുന്നു, AE വിളിച്ചിട്ട് ഇതിന് പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഞാനും കാണും കൂടെ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവേശനോത്സവം നടത്താനുള്ള കാര്യങ്ങളിലോട്ട് പോകും. ജൂൺ 6 മുമ്പ് ഫിറ്റ്നസ് പുതുക്കി നൽകിയില്ലെങ്കിൽ അധ്യാപകരുടെ ജോലിയും ശമ്പളവും പ്രതിസന്ധിയിലാകും. മലപ്പുറം തിരൂരങ്ങാടി കോളന്തുരുത്തി ബദൽ വിദ്യാലയത്തിൽ അധ്യാപകർ എത്താൻ വൈകിയതോടെ പ്രവേശനോത്സവം അലങ്കോലപ്പെട്ടു. ഏറെ നേരം കുട്ടികൾ പുറത്തുനിന്ന ശേഷമാണ് അധ്യാപകർ എത്തിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മാമ്പ സർക്കാർ എയ്ഡഡ് LP സ്കൂൾ കുട്ടികൾ ഇല്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ സ്കൂൾ നടത്തിപ്പിന് താൽപ്പര്യമില്ലെന്ന് കാണിച്ച് മാനേജർ സർക്കാരിന് കത്തു നൽകിയിരുന്നു. ഇതോടെ സ്കൂളിലുണ്ടായിരുന്ന 6 കുട്ടികൾ TC വാങ്ങിപ്പോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ആലപ്പുഴ. വാൽപ്പാറ ദുരന്തത്തിൽ 5 അധ്യാപകരെ നഷ്ടമായ മലപ്പുറം പാങ് GLP സ്കൂളിൽ ഇത്തവണ അതിജീവനത്തിന്റെ പ്രവേശനോത്സവമായിരുന്നു. നാട്ടുകാരും ഭരണകൂടവും അധ്യാപകരും എല്ലാം കൈകോർത്തപ്പോൾ പ്രവേശനോത്സവം സന്തോഷം നിറഞ്ഞതായി ഗായകൻ അതുൽ നറുകരയും സ്കൂളിൽ അതിഥിയായി എത്തിയിരുന്നു. കൈ നിറയെ സമ്മാനങ്ങളാണ് പാങ് GLP സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തവണ ലഭിച്ചത്. നാട്ടിലെ വ്യവസായികളും സന്നദ്ധ സംഘടനകളുമൊക്കെ മത്സരിക്കുകയായിരുന്നു കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാൻ. 16 കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത്. കുറുവ പഞ്ചായത്ത് നൽകിയ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് മികച്ച രീതിയിലാണ് സ്കൂൾ നവീകരിച്ചത്. പ്രദേശവാസിയായ അബ്ദുൾ അസീസ് ഹാജി നൽകിയ ഭൂമി ഉപയോഗിച്ച് കളിസ്ഥലവും അല്പം വിപുലീകരിച്ചു. ഇതോടെ കുട്ടികൾ ഹാപ്പി. സ്കൂളിൽ വരാനാണോ ഇവിടെ വീട്ടിലിരുന്ന് കളിക്കാൻ? സ്കൂളിൽ പാർക്ക് ഉണ്ടായിട്ടുണ്ട്. സ്കൂള് പുതിയതാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അടിപൊളിയാക്കി വെച്ചു. ഇവിടുത്തെ കൂട്ടുകാരും ടീച്ചർമാരൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവരൊക്കെ നല്ല സ്നേഹിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കുട്ടികളെ പഴയ സന്തോഷകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകർ. വളരെ വ്യക്തിപരമായി സന്തോഷമുണ്ട്. നമുക്ക് ഒരു വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അത് കുട്ടികളുടെ പഴയ ഓർമ്മകൾ മുഴുവൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ കലാകാരന്മാരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്രയും നല്ല ഒരു വർണ്ണാഭമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗായകൻ അതുൽ നറുകരയുടെ സാന്നിധ്യമാണ് കുട്ടികൾക്ക് ഇന്നത്തെ വലിയ സമ്മാനം. ആ നാടും ആ നാട്ടുകാരും ഒക്കെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒപ്പം നിൽക്കുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളും ഒപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അവർ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളൊക്കെ 1-2 പാട്ട് പാടാൻ വേണ്ടി അതിലും വരുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനും കൂടിയും വന്നു. വാൽപ്പാറ ദുരന്തത്തിൽ 5 അധ്യാപകരെയും പാചക തൊഴിലാളിയെയും നഷ്ടമായ സ്കൂളിലേക്ക് പുതിയ അധ്യാപകരെ അയച്ചാണ് സർക്കാർ ഈ അധ്യയന കാലം തിരിച്ചുപിടിക്കുന്നത്. ആ നോവിന്റെ കാലമൊക്കെ കഴിഞ്ഞു. പാങ് സ്കൂളിലും അതിമനോഹരമായ പ്രവേശനോത്സവം നടന്നു. ഇനി അധ്യയന കാലം. ഈ നാടും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം കുട്ടികളുടെ ഒപ്പമുണ്ട്. മുനീഫ് തിരൂരിനൊപ്പം പാങ്ങിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. തനിക്കെതിരായ നടി അൻസിബയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന നിലപാടിൽ ഉറച്ച് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ. പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിരുത്തിയ അൻസിബയുടെ പ്രസ്താവന ശരിയല്ലെന്നും തന്റെ കയ്യിൽ അതിന് തെളിവുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. അൻസിബയുടെ പരാതിയിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം. ലക്ഷ്മിപ്രിയയും തൃപ്പൂണിത്തുറ SI രേഷ്മയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അൻസിബയുടെ ആരോപണം. തൃക്കാക്കര ACP ഓഫീസിലാണ് ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്.
അൻസിബയുടെ ആരോപണങ്ങൾ തള്ളുകയാണ് ലക്ഷ്മിപ്രിയ. എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ സംഘടന ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. പരാതിയിൽ ഇന്നലെ അൻസിബ തൃക്കാക്കര ACP ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ അമ്മയിൽ നൽകിയ പരാതി ഇതുവരെ പരിശോധിച്ചിട്ടില്ല. 24 കൊച്ചി. മുഖ്യമന്ത്രി വി ഡി സതീശനെ BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് വക്താവ് VR അനൂപ്. സാമ്പത്തിക കുറ്റവാളി എന്നതിലുപരി എന്ത് പ്രിവിലേജാണ് തുഷാർ വെള്ളാപ്പള്ളിക്കുള്ളത് എന്ന് VR അനൂപ് ചോദിക്കുന്നു. അധികാരത്തിലിരിക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നും VR അനൂപ് തുറന്നടിച്ചു. തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവല്ല എന്നത് മാത്രമല്ല, അദ്ദേഹം സാമ്പത്തിക കുറ്റവാളിയാണ്. സാമ്പത്തിക കുറ്റവാളിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്ത് പ്രിവിലേജാണുള്ളത്? അത് അത്തരം കാര്യങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവർ സ്വീകരിക്കേണ്ട ഒരു സമീപനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അധികാരസ്ഥാനത്ത് ആരായാലും ആ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ്. അതിനപ്പുറം ഇതിനെ വ്യക്തിപരമായി ഒരു വിമർശനമായി കാണേണ്ടതില്ല. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ സ്വദേശിയാണ് ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകൾ നൽകിയത്. കഴിഞ്ഞ 28-നാണ് ഗുരുതരമായ പരിക്കുകളോടെ യുവാവിനെ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജീവൻ രക്ഷിക്കുന്നതിനായി ഡോക്ടേഴ്സ് പരമാവധി ശ്രമിച്ചെങ്കിലും മെയ് 31 വൈകുന്നേരത്തോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. മകന്റെ വിയോഗത്തിന്റെ തീരാ ദുഃഖത്തിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കളെടുത്ത ധീരമായ തീരുമാനമാണ് 4 പേർക്ക് തുണയായത്. സംസ്ഥാന സർക്കാരിന്റെ അവയവദാന ഏജൻസിയായ കേസോട്ടോ വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. തുടർന്ന് രാവിലെ 9 മണിയോടെ ഹൃദയം ഹെലികോപ്റ്ററിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള 48-കാരനായ മലപ്പുറം സ്വദേശിക്കായി എത്തിക്കുകയായിരുന്നു. വൃക്കകളിൽ 1 കണ്ണൂർ ആസ്റ്റർ മിംസിലെ രോഗിക്കാണ് നൽകുക. രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോയത്. യുവാവിന്റെ മൃതദേഹം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉച്ചയ്ക്ക് 2:30 കണ്ണൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. 24 കണ്ണൂർ. അതിരപ്പള്ളിയിലെ കാട്ടാനകളെ തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവുമായി വനംവകുപ്പ്. നാളെ മുതൽ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക ദൌത്യം ആരംഭിക്കും. മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വൈശ്ശേരി സ്വദേശി മോഹനന്റെ വീട് സന്ദർശിക്കാനെത്തിയ വനമന്ത്രിയുടെ വാഹനവും കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. ഇന്ന് രാവിലെയാണ് വനം മന്ത്രി ഷിബു ബേബി ജോൺ അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട്ടിലെത്തിയത്. ധനസഹായത്തിന്റെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ മന്ത്രി കുടുംബത്തിന് കൈമാറി. പ്രദേശത്തെത്തിയ മന്ത്രിയോട് നാട്ടുകാർ ആശങ്ക പങ്കുവച്ചു. ആനയെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ആനയെ ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് കേന്ദ്രത്തിന്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷേ ഒരു തടസ്സവും നോക്കണ്ട. ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രക്കിടെ മന്ത്രിയുടെ വാഹനവും കാട്ടാനയ്ക്ക് മുൻപിൽപ്പെട്ടിരുന്നു. അതിരപ്പള്ളിയിൽ നിലയുറച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്താൻ നാളെ മുതൽ പ്രത്യേക ദൗത്യം. കൂടുതൽ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിനും അടിക്കാടുകൾ വെട്ടുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനും മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രി റോജി എം ജോണും ചാലക്കുടിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. 24 തൃശൂർ. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സേവന കാലാവധി വെട്ടിച്ചുരുക്കി സർക്കാർ. 1 വർഷത്തേക്ക് പുതുക്കാനുള്ള കാലാവധി 3 മാസമായാണ് ചുരുക്കിയത്. 24 എക്സ്ക്ലൂസീവ്. മെയ് 30 നാഷണൽ ഹെൽത്ത് മിഷൻ സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയത്. സാധാരണ 1 വർഷത്തേക്കാണ് ആരോഗ്യ പ്രവർത്തകരുടെ കരാർ പുതുക്കാറുള്ളത്. അത് 3 മാസമായി വെട്ടിക്കുറച്ചാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ. ഇപ്പോൾ നിലവിൽ ഇന്നലെ വൈകുന്നേരമാണ് ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഓർഡറിൽ 3 മാസം മാത്രമാണ് NHMലെ 17,000-ഓളം വരുന്ന ജീവനക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 3 മാസം മാത്രം അവരുടെ കാലാവധി നീട്ടിക്കൊണ്ട് 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ പറയുന്ന ഞങ്ങളൊരു പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് ഓരോ വർഷവും ഞങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തി ഈ പറയുന്ന പ്രോസസ്സെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ റീ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ 3 മാസം കാലാവധി തരുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. 19 വർഷമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷനിൽ 17,000-ഓളം തൊഴിലാളികളാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. 24 തൃശൂർ. വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിൽ മന്ത്രി ബിന്ദു കൃഷ്ണയോട് ചോദ്യം ഉണ്ടായി, പക്ഷേ അതിൽ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിന് മറുപടി എല്ലാവർക്കും ലോക ക്ഷീരദിനാശംസകൾ എന്ന് പറയുകയാണ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ. നീറ്റ് CBSE വിവാദത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ച പാർലമെന്ററി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടുവെന്ന് സമിതി അംഗം ഡീൻ കുര്യാക്കോസ് MP 24നോട് പറഞ്ഞു. ഇത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലായിരുന്നില്ല ഇന്ന് വരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള അപാകതകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. സർക്കാർ ആ കാര്യത്തിൽ അലംഭാവം തുടരുകയാണ് ചെയ്തത്. അപ്പോൾ പാർലമെൻ്ററി സമിതി എന്നുള്ള നിലയിൽ തുടർച്ചയായിട്ടുള്ള വാണിങ്ങുകളാണ് സർക്കാരിന് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ച് അത് 1, 2, 3, 4 എന്നുള്ള നിലയിൽ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ